ഹലോ 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 നന്ദ. ഹലോ സേതു എവിടെയാ? ഞാൻ ഇവിടെ ആനന്ദിന്റെ ഓഫീസിലാ. അവിടെ എന്താ? ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി. സേതുവിന് ഇന്ന് വൈകിട്ട് എന്താ പ്രോഗ്രാം? പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് സേതുവിനൊന്ന് കാണണമെന്നുണ്ട്, തനിച്ച്. ആ ഞാൻ വരാം. അപ്പം മറക്കണ്ട, 5:30. എന്താ നന്ദയ്ക്ക് എന്നെ ഒന്ന് മീറ്റ് ചെയ്യണം. എപ്പോ? അവളെ എപ്പോ വിളിച്ചേ? എന്നിട്ട് അവൾക്ക് എന്നോട് തനിച്ച് കണ്ട് എന്തോ പറയാനുണ്ടെന്ന്. എടാ ഇത് 1 വേ അല്ലയാ, 2 വേ നാഷണൽ ഹൈവേയാ. അവള് കയറി സ്കോർ ചെയ്യും, എനിക്ക് ഉറപ്പാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ അവളെ പ്രപ്പോസ് ചെയ്യാൻ ഇതിലും നല്ലൊരു ചാൻസ് വേറെ കിട്ടില്ല. സേതു നീ ഒന്ന് ബോൾഡ് ആവും. ഒരു ടേബിളിന്റെ ഇരുവശവും ചുറ്റുമുള്ള ഒന്നും ശ്രദ്ധിക്കാതെ അവളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി ഒരിക്കൽ കൂടി അവൾ കേൾക്കാൻ കൊതിക്കുന്നത് പോലെ നീ അവളോട് പറയണം. താങ്ക് യു. സേതു എപ്പോഴാ തിരിച്ച് ബാംഗ്ലൂർക്ക്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. മേ ബി നെക്സ്റ്റ് വീക്ക്. അതോ കൊച്ചി തന്നെ കൂടാനാണോ പരിപാടി? ನಮ್ಮ ಬೆಂಗಳೂರು ಬಿಟ್ಟು ಬರ್ಕಾಗ್ತಾ ಚಿನ್ನ. ಓ ಹೌದಾ? എന്താ പറഞ്ഞേ? ಕಾಫಿ ತಗೊಂಡು. സേതു നിർബന്ധിച്ചോണ്ട ഞാൻ ആ ജ്വല്ലറി ആഡ് ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ. എനിക്കറിയാം നന്ദയ്ക്ക് അത് ഇഷ്ടപ്പെട്ട് കാണില്ല, പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ആണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ സോറി. ഏയ് ഞാനല്ലേ സേതുവിനോട് താങ്ക്സ് പറയേണ്ടത്. ഞാനിപ്പോ എൻജോയ് ചെയ്യാണ്. ഞാൻ ഡിസൈഡ് ചെയ്തു ഈ ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ. എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? ഓ ഞാൻ മറന്നു. സേതുവിന്റെ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല, പക്ഷേ ഇത് കണ്ടപ്പോ തോന്നി സേതുവിന് നന്നായിട്ട് മാച്ച് ആവുമെന്ന്. താങ്ക്സ്. പക്ഷേ ഞാൻ വാച്ച് യൂസ് ചെയ്യാറില്ല. No. I mean it's nice. Let it be. It's nice. I'll wear it. I like it. Seriously. Thank you, Sedu. Oh baby, I wanna hold you now. Never wanna stop. Yeah, Marina. Control my beat. Yeah, Marina. സേതു എടാ നീ എന്താ കട്ട് ചെയ്തേ? ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ? Sorry da. I didn't mean to hurt you. എടാ നീ വേണ്ടാത്ത പറഞ്ഞ നല്ല ചൂട്ടിട്ടാ. കുറച്ച് റെസ്റ്റ് എടുക്ക്. യു വിൽ ബി ഫൈൻ. I'm fine. നിന്റെ ഒറ്റയ്ക്കുള്ള ജീവിതമാണ് എല്ലാത്തിനെയും കുഴപ്പം.
ജസ്റ്റ് കം ഔട്ട് ഓഫ് ദാറ്റ്. നിനക്കിപ്പോൾ വേണ്ടത് നിന്റെ ഫീലിംഗ് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളാണ്, അല്ലാതെ ഈ ചീളേഴ്സ് എനിക്ക് പുറകെ കിടന്ന് എടാ അവളോട് പോകാൻ പറടാ. ഹലോ സാർ, സിഗരറ്റ്? യെസ്. സാർ വേറെ എന്തെങ്കിലും? നോ. ഡോ. ഒന്നുമില്ല. ചെല്ല്. ഓ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനിന്ന് ഒരുപാട് സംസാരിച്ചു. ഐ ഫീൽ മച്ച് ബെറ്റർ. നന്നായിട്ട് മനസ്സിൽ നിന്ന് പോണില്ലടാ. സേതു, നിന്നെ പോലെ സിൻസിയർ അവനൊന്നും അവൾക്ക് വേണ്ട. എനിക്കിപ്പോഴും അറിയില്ലടാ അവൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തെന്ന്. Why the hell did she choose me? എടാ നീ ഇത്ര സില്ലി ആവല്ലേ. ജസ്റ്റ് ലീവ് ഇറ്റ്. അന്നത്തെ ഐശ്വര്യന് ശേഷം നീ അവളെ കണ്ടിരുന്നു അല്ലേ? എടാ ഒന്ന് ഉമ്മച്ച് നേരത്തി അവിടെ വിഷയമൊക്കെ എന്തിനാ? സേതു, നിങ്ങൾ എടുത്തി നമ്മൾ എടുക്കല്ലേ? എടാ നമുക്ക് സമാധാനം ഉണ്ടാക്കടാ. ഇല്ലടാ, എനിക്ക് അവളോട് സോറി പറയണം. ആ സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. തെറ്റെന്റെയാ. എടാ അത് എന്തേലും ആവട്ടെ, നിങ്ങനെ പെട്ടെന്ന് എങ്ങനെ ചെയ്തു? എടാ അതൊന്നും സാറില്ല. അവള് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഹോട്ടലിൽ വിളിച്ചാൽ ചെക്കൗട്ടായി എന്നാ പറയുന്നത്. എനിക്ക് ഉറപ്പാ അവള് ബാംഗ്ലൂർ തന്നെ പോയി കാണും. എടാ അത് ആനന്ദ്, എനിക്ക് അവളെ നേരിട്ട് കണ്ട് സോറി പറയണം പ്ലീസ്. എടാ നീ എത്തി വിളിക്കണേ. ആ സേതു. മോർണിംഗ് അങ്കിൾ. മോർണിംഗ്. നന്ദിത, എനിക്ക് അവളെ ഒന്ന് കാണണം. ഒത്തിരി ട്രൈ ചെയ്തു, കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ്. അതിന് നന്ദിത ഇവിടെ ഇല്ലല്ലോ. ഷീ വെക്കേറ്റഡ് യെസ്റ്റർഡേ. ആ സേതുവിന് തരാൻ പറഞ്ഞ് ഒരു കവർ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. മോൻ അവിടെ നിൽക്കേ, ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വരാം. സേതു, എനി പ്രോബ്ലം? ഇന്നലെ വന്നപ്പോൾ മുതൽ ആ കുട്ടി വളരെ ഡെസ്പായിരുന്നു. ഞങ്ങൾ ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയാനും നിന്നില്ല. എങ്ങോട്ടാ പോയെന്നും വല്ലതും പറഞ്ഞു? അറിയില്ല, ദുബായിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. ആ കുട്ടിയുടെ പേരൻസ് അവിടെയല്ലേ? ശരി, താങ്ക്സ്. ശരി. ഇനി എന്നെ അന്വേഷിച്ച് നീ വരരുത്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണ്. You'll never be in my memories. I hate you. എനിക്ക് നിന്നോടുള്ള സ്നേഹം അതെങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ലായിരുന്നു. I know I was wrong. ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വഴി എനിക്ക് മനസ്സിലായി. എല്ലാം മറന്നിട്ട് നമ്മളായി ജീവിക്കുക. പക്ഷെ എനിക്കാവില്ല. നന്ദ, നീ എവിടെ ആയാലും I'm always there for you.
നന്ദ, സേതു സേതു ഇപ്പൊ എവിടെയല്ലേ? ഞാൻ ദേ ഇവിടെ ബാംഗ്ലൂർ തന്നെ ഉള്ളത്. എനിക്ക് സേതുവിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാനിവിടെ കഫേ മെക്സിക്കോയിലുണ്ട്. ഞാൻ ദേ എത്തി.